Bonjour, bienvenue au cours de français au Malayalam. Je suis Reshma. Aujourd'hui, nous allons apprendre les alphabets. Hi everyone, I am Reshma and welcome to Learn French through Malayalam. Today, we are going to study the French alphabets. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എച്ച് തൊട്ട് ഒ വരെയുള്ള ആൽഫബറ്റ്സ് പഠിച്ചു. ഇന്ന് നമ്മൾ ബാക്കി പി മുതൽ സെറ്റ് വരെ കാണാൻ പോകുന്നു. സോ ഫസ്റ്റ് ആൽഫബറ്റ് പി. പി നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് പേ എന്നാണ്. പേ. അതിന് കൊടുക്കുന്ന സൗണ്ട് പാ സൗണ്ട്. അതായത് ഒരു വേർഡ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പാ എന്നാണ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ പാക്വേ. പാക്വേ മീൻസ് പാക്കേജ്. ഇംഗ്ലീഷിൽ പാക്കേജ് മീൻസ് പാക്വേ. ആൻഡ് പപ്പ, അത് സെയിം ആണ് ഇംഗ്ലീഷ് പപ്പ. അടുത്ത ലെറ്റർ ക്യൂ. ക്യൂ നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് കു എന്നാണ്. കു. കു അല്ലെങ്കിൽ ഖ. കു. അതിന് കൊടുക്കുന്ന സൗണ്ട് കാ സൗണ്ടാണ് കൊടുക്കുന്നത്. എക്സാമ്പിൾ വരുമ്പോൾ ഇവിടെ ക്യൂ ഉണ്ട്, ഇവിടെ ക്യൂ. സോ നമ്മൾ സാങ്. സാങ് മീൻസ് 5. കാത്ര. കാത്ര മീൻസ് 4. സോ പേ, കു, പാക്വേ, പപ്പ, സാങ്, കാത്ര. അടുത്ത ആൽഫബറ്റ് ആർ ആണ്. ആറ് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് എർ എന്നാണ്. എർ. എർ എന്നാണ് നമ്മൾ ആറിന് ഫ്രഞ്ചിൽ പറയുന്നത്. അതിന് കൊടുക്കുന്ന സൗണ്ട് റാ സൗണ്ടാണ്. റാ. പ്രോപ്പർ ആയിട്ടുള്ള റാ അല്ല, റാ സൗണ്ട്. റായും റായും കൂടെ ചേരുന്ന ആ ഒരു സൗണ്ടാണ് നമ്മൾ ആറിന് കൊടുക്കുന്നത്. എക്സാമ്പിൾ വരുമ്പോൾ റോസ്. റോസ്. റോസ് മീൻസ് പിങ്ക്. റാദിയോ. Radio means radio. So, പേ, കു, എർ. അടുത്ത ലെറ്റർ എസ് ആണ്. എസ് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നതും എസ് എന്ന് തന്നെയാണ്. വരുന്ന സൗണ്ട് സാ സൗണ്ടാണ് കൊടുക്കുന്നത്. എക്സാമ്പിൾ സോം. സോം മീൻസ് സം. സലാദ് മീൻസ് സാലഡ്. som, salad. അടുത്ത ലെറ്റർ ടി ആണ്. ടിക്ക് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് തേ എന്നാണ്. തേ. നമ്മളതിന് കൊടുക്കുന്ന സൗണ്ട് താ സൗണ്ടാണ് കൊടുക്കുന്നത്. എക്സാമ്പിൾ താരിഫ്, താബിള്, തിമീദ്. ഒരിക്കലും ടി നമ്മൾ ടി ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യത്തില്ല. ഇംഗ്ലീഷിൽ നമ്മൾ ടേബിൾ, ടിമിഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും നമ്മൾ ഫ്രഞ്ചിൽ ടി എന്ന് പ്രൊനൗൺസ് ചെയ്യത്തില്ല. അതിന് താ സൗണ്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ താരീഫ്. ടി കഴിഞ്ഞിട്ട് എ വന്നു, എ നമ്മൾ ആ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. അതുകൊണ്ട് താരീഫ്, താബിള്, തിമീദ്. താരീഫ് മീൻസ് ഇംഗ്ലീഷിലുള്ള താരീഫ് തന്നെയാണ്. താബിള് മീൻസ് ടേബിൾ. തിമീദ്, തിമീദ്. ഡി നമ്മൾ ദ എന്ന പ്രൊനൗൺസിയേഷൻ. ഐക്ക് ഇ, ടിക്ക് ത. സോ എല്ലാം കൂടെ തിമീദ്. തിമീദ് മീൻസ് ഷൈ. അടുത്ത ലെറ്റർ യു ആണ്. യു നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് യു എന്ന് തന്നെയാണ്. യു. അതിന് കൊടുക്കുന്ന സൗണ്ട് യു സൗണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ ഇവിടെ യു, എം ആഫ്റ്റർ യു ഉണ്ട്. സോ ജൂപ്പ് മീൻസ് സ്കേർട്ട്. മ്യൂർ മീൻസ് വാൾ. ജൂപ്പ് ആൻഡ് മ്യൂർ. അടുത്ത ആൽഫബറ്റ് വി ആണ്. വിക്ക് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് വേ എന്നാണ്. വേ. തേ, യു, വേ. വേക്ക് വരുന്ന സൗണ്ട് വാ സൗണ്ടാണ്. എക്സാമ്പിൾ നോക്കുമ്പോൾ വാഷ്. വാഷ് മീൻസ് കൗ. വീഫ് means lively. Wash and weave.
അടുത്ത ലെറ്റർ ഡബ്ല്യു. ഡബ്ല്യു നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് ഡൂബ്ല് വേ എന്നാണ്. ഡൂബ്ല് വേ. ഇവിടെ നമ്മൾ ഒരു വേ പറയുന്നു, അത് നമ്മൾ ഡബിളായിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. ഡൂബ്ല് വേ. അതിന് വരുന്ന സൗണ്ടും ഈ വി പോലെ തന്നെ വാ സൗണ്ടാണ് വരുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വാഗോ. വാഗോ മീൻസ് വാഗൻ. വാഗോ മീൻസ് വാഗൺ. അടുത്ത ലെറ്റർ എക്സ്. എക്സ് ആൽഫബറ്റിന് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് ഈക്സ് എന്നാണ്. ഈക്സ്. അതിന് വരുന്ന സൗണ്ട് സാ സൗണ്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം നോക്കുമ്പോൾ സീസ്. ഇത് നമ്മൾ 6 എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൻ്റെ ഫ്രഞ്ചിലുള്ളതാണ് സീസ്. സീസ് മീൻസ് 6. അടുത്തത് എക്സീജ്. എക്സീജ്. എക്സീജർ മീൻസ് ടു റിക്വയർ. ടു റിക്വയർ. അടുത്ത ആൽഫബറ്റ് വൈ ആണ്. വൈ നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത് ഇഗ്രക് എന്നാണ്. ഇഗ്രക്. ഇഗ്രക് എന്നാണ് നമ്മൾ വൈക്ക് ഫ്രഞ്ചിൽ പറയുന്നത്. അതിന് കൊടുക്കുന്ന സൗണ്ട് യാ സൗണ്ടും കൊടുക്കും, ഈ സൗണ്ടും കൊടുക്കും. യാ സൗണ്ടും ഈ സൗണ്ടും കൊടുക്കും. എക്സാമ്പിൾ ക്രയോൺ. ക്രയോൺ. ഇവിടെ നമ്മൾ യാ സൗണ്ടാണ് കൊടുക്കുന്നത്, അതായത് പെൻസിൽ. ഇവിടെ നമ്മൾ ഈ സൗണ്ട് കൊടുക്കും. സ്റ്റീലോ. സ്റ്റീലോ മീൻസ് പെൻ. സോ വൈ നമ്മൾ ഇഗ്രക് എന്നാണ് പറയുന്നത്. ഇഗ്രക്. യാ സൗണ്ടും ഈ സൗണ്ടും ഉണ്ട്. ക്രയോ മീൻസ് പെൻസിൽ. സ്റ്റീലോ മീൻസ് പെൻ. അടുത്ത ലാസ്റ്റ് ആൽഫബറ്റ് സെഡ്. സെഡ് നമ്മൾ ഫ്രഞ്ചിലും സെഡ് എന്നാണ് പറയുന്നത്. സെഡ്. സെഡ്. അതിന് വരുന്ന സൗണ്ട് സേ സൗണ്ടാണ് വരുന്നത്. സേ സൗണ്ട്. എക്സാമ്പിൾ സെറോ. സെറോ. സെബ്ര. സെബ്ര. സെറോ മീൻസ് സീറോ ആൻഡ് സെബ്ര. സോ ഇന്ന് പഠിച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാം. സോ നമ്മൾ ഇന്ന് പഠിച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാം. പേ, കു, ആർ, എസ്, te, u, v, w, x, y, z. Thank you.